ഹലോ. അപ്പം ഇന്ന് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ജാതിത്തൊണ്ട് വെച്ച് എങ്ങനെ അച്ചാറിടാം എന്നുള്ളതാണ്. അപ്പം മമ്മിയും ഡാഡിയും കൂടെ എനിക്കൊരു ബക്കറ്റ് നിറച്ച് ജാതിത്തൊണ്ട് കൊണ്ടുവന്ന് തന്നായിരുന്നു. അവരുടെ പറമ്പിൽ അവർ കൃഷി ചെയ്യുന്ന സംഭവമാണ് ഈ ജാതി. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ബാക്കിയുള്ള സംഭവമാണ് ഈ ജാതിത്തൊണ്ട്. അതിനകത്തുള്ള സാധനമാണ് നമ്മൾ പൊതുവെ ബിരിയാണിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഞാനിതിനെ 2 ഭാഗമാക്കി. ഒരു പാർട്ട് ഉപ്പിലിടാനും ഒരു പാർട്ട് അച്ചാറിടാനും. ഉപ്പിലിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചമ്മന്തി അരയ്ക്കാനാണെങ്കിലോ അല്ലെങ്കിൽ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാനാണെങ്കിലൊക്കെ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ 2 പാർട്ടാക്കി. പിന്നെ ഈ ജാതിത്തൊണ്ട് കൊണ്ടുവന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് അച്ചാറിടാൻ പറ്റില്ല. കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ കാണും, കാരണം തണ്ടൊക്കെ അറുക്കാൻ കാണും, പിന്നെ അതിൻ്റെ നല്ല വൃത്തിയാക്കാനൊക്കെ കാണും. അപ്പോൾ നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്താൽ മാത്രമേ അത് കുറേ നാളിരിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ തണ്ട് മൊത്തവും വൃത്തിയാക്കി. പിന്നെ ഞാനിത് കഴുകാൻ വേണ്ടിയിട്ടായി ബക്കറ്റിനകത്തോട്ട് മാറ്റണം. പിന്നെ ഇതാണ് നെക്സ്റ്റ് പരിപാടി, തൊലി കളയുക. തൊലിയും ജാതിത്തൊണ്ടിൻ്റെ മൊത്തം തൊലിയും കളഞ്ഞ് അത് പിന്നെ കുനുകുനുകുന അരിയാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് അത് മൊത്തത്തിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചോപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ചോപ്പറിലിട്ടായാലും മതിയാവും, ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പാൻ എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ചീനച്ചട്ടി എടുത്ത് വയ്ക്കുക, അതിൽ നല്ലെണ്ണ ഒഴിക്കുക. പൊതുവിൽ ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കൽ അച്ചാറിന്. നല്ലെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇങ്ങനെ നല്ലോണം മൂപ്പിക്കുക. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലും ആക്കുക. അപ്പം അങ്ങനെ ആകുമ്പോഴല്ലേ നമ്മളെ ചാനലിനും എനിക്കും ഒരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേ ഇതാണ് പരിപാടി. അങ്ങനെ ഇതെല്ലാം കൂടെ എടുത്ത് അതിനകത്തിട്ട്, പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ട് കേൾക്കാം കേട്ടോ. ഇത് വരുന്നല്ല, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു വലിയ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മ്യൂസിക്കാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പം ഞാൻ എവിടെ വെച്ച് വോയിസ് ഓവർ ചെയ്താലും ഈ സൗണ്ട് കേൾക്കും. അപ്പം അതുകൊണ്ടാണേ. അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഇതെല്ലാം കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കുനുകുന അരിഞ്ഞ് വെച്ചിരിക്കുന്ന ജാതിത്തൊണ്ടെടുത്ത് തട്ടുക. ജാതിത്തൊണ്ട് വയറിനൊക്കെ നല്ല സാധനമാണ് കേട്ടോ. വയറുവേദനയ്ക്ക്, കുഞ്ഞു പിള്ളേരുടെ വയറുവേദനയ്ക്കൊക്കെ നല്ല സാധനമാണ്. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ഉപയോഗിക്കുമ്പോൾ. അപ്പം ഇതുപോലെ നല്ലതുപോലെ കുനുകുന അരിഞ്ഞതെടുത്ത് തട്ടി മൂപ്പിക്കണം കേട്ടോ. അപ്പം എനിക്കൊരബദ്ധം പറ്റി, ഞാൻ ഒഴിച്ച എണ്ണ കുറഞ്ഞു പോയി. പിന്നെ ഞാൻ രണ്ടാമത് എണ്ണ ഒഴിച്ച്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഉപ്പും ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഈ ഇട്ട അച്ചാറിൽ ഉപ്പിച്ചിരി മേലെയാണ് നിന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണേ. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഉപ്പൊഴിക്കാൻ. ഞാനത് ശ്രദ്ധിക്കാതെയാണ് ഉപ്പൊഴിച്ചത്. ഇടയ്ക്കുള്ള വിളി സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ വിളിച്ചതാണ് കേട്ടാ. എൻ്റെ കുഞ്ഞു കുരുത്തക്കേട് കാണിച്ചപ്പം വിരട്ടിയതാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വഴട്ടി മൂപ്പിച്ചെടുക്കണം കേട്ടാ. മൂപ്പിച്ചെടുത്താലേ ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മൂപ്പിക്കണം. അപ്പോൾ ഈ ഒഴിച്ച എണ്ണ അതിൽ തികയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വീണ്ടും എണ്ണ ഒഴിച്ച്. ഞാൻ എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്ത് കേട്ടോ. അല്ലെങ്കിൽ അത് നല്ലതുപോലെ ഒരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് അടച്ച് വെച്ച്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ വേറെ വഴിയില്ല കേട്ടോ. അപ്പോഴേ അങ്ങനെ വീണ്ടും മൂടിയൊക്കെ തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോഴത്തേക്ക് ഒന്ന് നല്ല വെന്ത് കിട്ടി. ആ വെന്തതിൽ എനിക്ക് പക്ഷേ അബദ്ധം പറ്റി, ഇത്രയും ഉപ്പ് ഇടേണ്ടായിരുന്നു കേട്ടോ. ഞാനെന്നിട്ട് ഇഷ്ടം പോലെ ഇച്ചിരി ഉപ്പിട്ടത് കൂടിപ്പോയി. അതെനിക്ക് ഭയങ്കര അബദ്ധമായിട്ട് പിന്നീട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ബിപിയും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള പപ്പയും അമ്മയാണ് എനിക്കുള്ളത്.
അമ്മയ്ക്കില്ല, പക്ഷെ പപ്പയ്ക്കുണ്ട്. അതുകൊണ്ട് പപ്പയ്ക്കത് കൂടുതൽ കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. എല്ലാവരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അതിനുശേഷം പിന്നെ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പൊക്കെ കറക്റ്റായോ എന്ന് നോക്കണം. പാകം നോക്കി കറക്റ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചേർക്കണം മുളക് പൊടി. നമ്മൾ ആയിക്കൂടെ 3 സാധനം ഇടുന്നുള്ളൂ. കാരണം ഞാൻ അച്ചാർ പൊടി വെച്ച് അങ്ങനെ ഇടാറില്ല, എനിക്കറിയത്തില്ല അങ്ങനെ അച്ചാർ പൊടി വെച്ചിടായതുകൊണ്ട് ഞാൻ ചെയ്യണത് മുളക് പൊടി, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ആണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ ഉലുവപ്പൊടി, പിന്നെ കായപ്പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ഈ അച്ചാറിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കേട്ടോ. അതിലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റി സീക്രട്ട് ഇരിക്കുന്നത്. നന്നായിട്ട് എല്ലായിടവും മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഞാൻ പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട്, അല്ലെങ്കിൽ അച്ചാറിനൊരു കളറ് വരുന്നില്ല, ഒട്ടും കളറില്ല. അപ്പം കാണുമ്പോൾ തന്നെ ഒരു ഭംഗി വേണ്ടേ കുറച്ചെങ്കിലും. അതുകൊണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത്. അപ്പോഴത്തേക്കും അച്ചാറിന് അത്യാവശ്യം കളറ് വന്നായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് ചാറോട് കൂടി അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കണം കേട്ടോ. ഒന്നിൽ തിളപ്പിച്ച വെള്ളം, അല്ലെങ്കിൽ തിളപ്പിച്ചൊരല്പ ചൂട് തണുത്ത വെള്ളം, അങ്ങനത്തെ വെള്ളം വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത് നല്ല അച്ചാർ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ലേശം വെള്ളം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് ചാറ് കിട്ടത്തില്ല. പിന്നെ പച്ചവെള്ളം ആരും ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാനാണെങ്കിൽ വിനാഗിരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല, സാധാ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. വിനാഗിരി ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെ അച്ചാർ ചീത്തയാവാണ്ടിരിക്കും. ഇത് ഉലുവാപ്പൊടിയാണ് കേട്ടോ ഈ തട്ടുന്നത്. പിന്നെ ഞാൻ കുറച്ച് സാധനമേ കാണുള്ളൂ എന്നാണ് കരുതിയത്, പക്ഷേ ഞാൻ അരിഞ്ഞ് കൂട്ടിയത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ ചട്ടി നിറച്ച് ഉണ്ടായിരുന്നു. അപ്പം അതിന് കണക്കാക്കിയുള്ള പൊടികളാണ് ഈ തട്ടുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ ഓരോന്നിൻ്റെ പൊടിയും എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ അയൽവക്കത്തെ വീട്ടിലെ പട്ടിക്കുട്ടന്മാരുണ്ട് കേട്ടാ. ഒരാളൊന്നും അല്ല, 2 പേരോ 3 പേരോ ഒക്കെ ഉണ്ട്. അപ്പം അവരുടെ സൗണ്ടാണ് ഇപ്പം കേട്ടത്. ഇങ്ങനെ നമ്മൾ ചുറ്റി ഇങ്ങനെ പ്രകൃതി രമണീയമായ ആൾക്കാരാണ് താമസം. പിന്നെ ലാസ്റ്റ് കായപ്പൊടി ഇടണം കേട്ടോ. കായപ്പൊടി എന്നെ പറ്റിച്ച് കളഞ്ഞ്. കായപ്പൊടി ആ കുപ്പിയിൽ ഒരു ചെറിയ ഹോളുണ്ടായിരുന്നേ, അതിലൊന്നും തട്ടിയിട്ടൊന്നും വരണില്ലായിരുന്നു. അവസാനം പിന്നെ ഞാൻ കായപ്പൊടി മൊത്തത്തിൽ അതിൻ്റെ മൊത്തം ഊരിപ്പറക്കി എടുത്തിട്ട് ബാക്കിയുള്ളതാണ് എടുത്ത് തട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൂടി പോകുന്നു, പക്ഷേ കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് അച്ചാർ എക്സ്പീരിയൻസ് ആണ് കേട്ടാ. ഞാനിതുവരെ അങ്ങനെ ഈ ജാതിക്ക അച്ചാർ ഉണ്ടാക്കിയിട്ടില്ല, ജാതിത്തോടുണ്ട്. ഇപ്പോഴാദ്യമായിട്ടാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി കേട്ടാ. ഞാൻ വിചാരിച്ച് വായിൽ വയ്ക്കാൻ കൊള്ളയില്ല, മൊത്തത്തിലെടുത്ത് തട്ടിക്കളയേണ്ടി വരുമെന്നാണ് കരുതിയത്. പക്ഷേ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. വീഡിയോ ലാഗാവണുണ്ടല്ലേ? ഞാൻ ഒരുപാട് ലാഗാക്കിയതല്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ പഞ്ചസാര ഇടും കേട്ടോ. മേമ്പൊടിയായിട്ട് പഞ്ചസാരയോ ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പട്ടിയോ ഇടാറാണ് പതിവ്. പക്ഷേ ഇപ്പം ഞാൻ എന്താണെന്ന് ചെയ്തത്, ലേശം ശർക്കരയാണ് ചേർത്തത്. ശർക്കരയല്ല, പഞ്ചസാരയാണ് ഞാൻ ചേർത്തത്. വേറൊന്നും കണ്ടല്ല, ഷുഗർ പേഷ്യൻസ് ആയവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക, ആറാൻ വേണ്ടി വയ്ക്കുക, അത് കഴിഞ്ഞ് കുപ്പിയിലേക്ക് ആക്കുക. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട? ഒന്ന് ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ശരി, ബൈ.